വലിയ റാങ്കിലേക്ക് എത്തിക്കാൻ എല്ലാ സപ്പോർട്ടും ചെയ്ത നമ്മളെ ഗ്രേറ്റ് ലീഡർ ഭവാനി സാറിനും, അതിലുപരി എൻ്റെ ലെഫ്റ്റും റൈറ്റും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും, നമുക്ക് നമ്മളെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന നല്ലൊരു ടീം. ആ ടീമിനും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ഒരു ബിസിനസ് അവസരത്തിൽ ഇപ്പൊ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത ഷാഹിർ സാറിനും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ കുറച്ച് എൻ്റെ ഒരു ചെറിയൊരു അനുഭവം, അതിലൂടെ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യം ഞാൻ ഈ ഒരു അരമണിക്കൂറാണോ എനിക്കുള്ളത് സാറേ? അറിയില്ല, എങ്ങനെയല്ല 7 മണി വരെയുള്ളൂ തോന്നുന്നില്ലേ പ്രോഗ്രാം. എന്തായാലും ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പേ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ്, ഒരു തുണിക്കച്ചവടം, നമുക്കറിയാം ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഡയറക്ട് മാർക്കറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ ലീഡേഴ്സ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നഷ്ടമായാലും കഷ്ടമായാലും അത് നമ്മൾ സ്വന്തം സഹിക്കണം. പക്ഷെ ഡയറക്ട് മാർക്കറ്റിംഗ് അതല്ല, അതൊരു ടീം വർക്കാണിത്. പക്ഷെ അങ്ങനെ ഈ ഒരു 5 ലക്ഷം മുടക്കിയിട്ട് ഒരു തുണിക്കട തുടങ്ങി, അതൊക്കെ അറിയാത്ത ആരും ഉണ്ടാവില്ല. എന്നാലും പുതിയ ആളുകൾ, എന്നെ ആദ്യമായിട്ട് പരിചയമുള്ള ചിലപ്പോൾ ഉണ്ടാവും, സൂമിൽ ഉണ്ടാവും എന്നെ പരിചയമില്ലാത്ത ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പൊ ഈ ഒരു 5 ലക്ഷം മുടക്കി തുണിക്കട നടത്തി ഒരു 7.5 വർഷം നമ്മൾ ആ ഒരു തുണിക്കട കൊണ്ട് നടന്നു. പക്ഷെ 1-2 വർഷം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. നാട്ടും പ്രദേശമാണ്, കടം പോവും, കുറേ കടം പോയി. ഓരോ സീസൺ വരുമ്പോൾ ഓണം, വിഷും പെരുന്നാളൊക്കെ വരുമ്പോൾ 50,000-ത്തിനോ 1 ലക്ഷത്തിനോ ഒക്കെ തുണി സ്റ്റോക്ക് ഇറക്കും. പക്ഷെ തുണിയാണ് ഫാഷൻ പോയിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് അവിടെ കിടക്കും. അങ്ങനെ കുറേ നഷ്ടങ്ങൾ സംഭവിച്ചു. കുറേ ഒരു ദിവസം ഒരു ടവല് പോലും പോവാത്ത ഒരുപാട് ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ വാടക കൊടുക്കണം, കറണ്ട് ബിൽ അടയ്ക്കണം, അതിനൊന്നും ഒരു മുടക്കം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ പോയി 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 ഞാൻ ഹസ്ബൻഡ് അറിയുന്നുണ്ട് കടം ഉണ്ടാവുന്നത്. പക്ഷെ ഞാനത് നാളുകളിലേക്ക് രക്ഷപ്പെടുന്നുള്ളൊരു ഒരു പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ അത് പൂട്ടാൻ സമ്മതിക്കാതെ ഇങ്ങനെ കൊണ്ടു നടന്ന് ആ ഒരു സമയത്താണ് സുധാരേട്ടനും ഭവനി സാറും കൂടി, ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് സുധാരേട്ടൻ, ഒരു കിഡ്നി പേഷ്യന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് നമ്മളെ ഉൽപ്പന്നങ്ങൾ, ഒരു ചോപ്പ് കുപ്പിയിൽ കുറേ പാക്കറ്റിൽ കുറേ മരുന്നുകളും കൊണ്ടിട്ട് വന്നിട്ട്, പേസ്റ്റും ഒക്കെ, ഒരു 500 രൂപേന്റെ പ്രൊഡക്റ്റ് പോലും അന്ന് വാങ്ങാനുള്ള ഒരു കഴിവ് ഞങ്ങൾക്കില്ല കേട്ടോ. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എന്താ റോൾ ചെയ്യാം. 850 രൂപയ്ക്ക് കൂലിപ്പണിക്ക് പോകുന്നുണ്ട് ആള്, എങ്കിലും കൂടി അതൊന്നും തികയാത്ത സാഹചര്യത്തിൽ അതുപോലും ഷോപ്പിലേക്ക് ഇറക്കേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. അധ്വാനിച്ചു കൊണ്ടിരുന്ന പൈസ പോലും. പക്ഷെ അങ്ങനെ പോയി 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 ഈ ഒരു സുധാരേട്ടൻ വന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്, കുറച്ച് ഉൽപ്പന്നങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുതരാം, ഈ ഒന്ന് എനിക്ക് വിറ്റ് തരുമോ, സോപ്പും പേസ്റ്റും കുറച്ച് അങ്ങനെയുള്ള കുറെ പ്രൊഡക്റ്റുകൾ, ഒരു 5000 രൂപേന്റെ. അപ്പൊ ഞാൻ ഒരിക്കലും ഈ ഒരു ബിസിനസ്സിനെ, കാരണം വെച്ചാൽ ഉദയണ്ണൻ എന്ത് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അത് പൊട്ടി തകർന്ന ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുവരെ. അപ്പൊ ഇനി ഉള്ളിലേക്ക് കഴിക്കേണ്ട കുറച്ച് മരുന്നുകളാണ്, ഒരിക്കലും സമ്മതിക്കൂല. അതിനി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കറിയില്ല, നമ്മൾ ഡോക്ടറൊന്നും അല്ല, എനിക്കൊന്നും അറിയില്ല, ഇനി ഞാനിത് സമ്മതിക്കില്ല ഉദയേട്ടാ, അപ്പൊ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചാവൂന്ന് വരെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി നോക്കി. പക്ഷെ അത് 3-4 ദിവസം ഷോപ്പിൽ അവിടെ വെച്ച് എന്നും സാറ് വരും, ചേച്ചി എന്തെങ്കിലും പോയോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ആരും വന്നിട്ട് ചോദിക്കുന്നുമില്ല, ഞാനിത് കൊടുക്കാനുള്ള താല്പര്യം കാണിക്കുന്നില്ല. അപ്പൊ സാറിനോട് ഇത് പറയാൻ പറ്റില്ലല്ലോ. ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് കൊണ്ടുപോയി വിറ്റോളി, ഞാനിത് എടുത്ത് വിൽക്കുകയില്ല, ഞാനിത് ശ്രദ്ധിക്കൂല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കച്ചവടമായിട്ട് മുന്നോട്ട് പോയി. പക്ഷെ ഒരു 4-5 ദിവസം സാറ് എൻ്റെ ഷോപ്പിൽ വൈകുന്നേരം വരെ വന്നിരിക്കും, അല്ലെങ്കിൽ ഉച്ചവരെ. എന്നിട്ട് നമ്മൾ ഈ ഒരു ബിസിനസിന്റെ സാധ്യതയും അതും ഇതും ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ എനിക്ക് ഇയാൾ ഈ ഒരു ഷോപ്പിൽ വന്നിരിക്കുന്നത് പോലും താല്പര്യമില്ല. പക്ഷെ എണീറ്റ് പോകാൻ പറയാനും പറ്റില്ല. അങ്ങനെ നമ്മളെ സ്വൈരക്കേടാക്കിയിട്ട് പ്ലാന് പറഞ്ഞുതരും, ഈ ഒരു ബിസിനസ്സിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പറഞ്ഞിട്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മൈൻഡിൽ അത് കയറിയതുമില്ല. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഉദയാണ് ഒരു ഭയങ്കര സങ്കടം, ഇതൊന്ന് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മോശമല്ലേ, അതൊന്ന് വിറ്റ് കൊടുക്കാം. എന്നോട് പറഞ്ഞത്രേ ഉള്ളൂ, ഒരു പേസ്റ്റ് വിറ്റാൽ 50 രൂപ ലാഭം കിട്ടും, അതിൽ 30 എനിക്ക് തന്നാൽ മതി, 20 നീ എടുത്തോ എന്ന് പറഞ്ഞിട്ടാ തന്നത്. അത്ര പോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പൊതിയേട്ടൻ അതൊരു കവറിലിട്ട് വീട് വീടാന്നിട്ട്, സൈക്കിള് പോലും ഇല്ല അന്ന്, വീട് വീടാന്തരം കൊണ്ടുനടന്ന് വിറ്റ്. പക്ഷെ ഇതിലിരിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പൊ ഇത് വീട് വീടാന്തരം കൊണ്ട് നടന്ന് വിൽക്കേണ്ട ബിസിനസ് ആണോ എന്ന്. ഒരിക്കലും അല്ല, നമ്മളെ കെയർ ഓഫ് ടു കെയർ ഓഫ് കൂടി, അല്ലെങ്കിൽ നമ്മളെ ബന്ധത്തിൽ കൂടി പോകുന്ന ബിസിനസ്. പക്ഷെ സുധേട്ടൻ അതെങ്ങനെങ്കിലും അവന് വിറ്റ് കൊടുക്കണല്ലോ എന്നുള്ള ആ ഒരു മൈൻഡിൽ മാത്രമാണ് അങ്ങനെ കൊണ്ടുനടന്ന് വിറ്റ്. പക്ഷെ ഒരാളെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു പേസ്റ്റ് കാണിച്ചാൽ അത് അവരെ കൊണ്ട് എടുപ്പിച്ചിട്ടേ പോരുള്ളൂ. അങ്ങനെ ഒരു കഴിവ് ആൾക്കുള്ളതുകൊണ്ട് തന്നെ കൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരിച്ചു വന്നപ്പോൾ എല്ലാം ഒരു ഒട്ടുമുക്കാൽ സാധനങ്ങളും വിറ്റിട്ട് തന്നെയാണ് വന്നത്. നല്ല റീറ്റെയിൽ പ്രോഫിറ്റും കവചപ്പാശൊക്കെ അതിന്റെ മുകളിലുള്ള 5 രൂപയോ 10 രൂപയോ കുറച്ചു കൊടുത്ത് MRPക്ക് തന്നെ കൊടുത്തിട്ട് നല്ല പ്രോഫിറ്റ് ആയിട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പൊ പിറ്റേന്ന് സാറ് വന്നതിനോട് ചോദിച്ചു, അത് കുറെ സാധനങ്ങളൊക്കെ വിറ്റില്ലേ ശ്രീജേച്ചി എന്ന് വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനല്ല വിറ്റത്, അത് ഹസ്ബൻഡ് കൊണ്ടുപോയി വിറ്റ് എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ പ്രതികരണ അന്നേത്തെ ആ ഒരു രൂപം എന്ന് പറയുന്നത്
പറയല ഒരുപാട് കടബാധ്യത 10-13 ലക്ഷം കടം ഈ 5 ലക്ഷം മുടക്കിയിട്ട് ട്രഡീഷണൽ മാർക്കറ്റിംഗ് നടത്തിയിട്ട് ഞങ്ങൾക്ക് ഉണ്ടായ സാഹചര്യത്തിൽ ഒരിക്കലും ഞാൻ ഒരു സ്വസ്ഥതയും കൊടുത്തില്ല. അങ്ങനെ ജീവിതം തകർന്നു എന്നുള്ള ലെവലിലായിരുന്നു സംസാരം. അങ്ങനെ ആ ഒരു പ്രതീക്ഷയും നഷ്ടപ്പെട്ട് താടിയും മുടിയും ഒക്കെ നീട്ടിയിട്ട് എന്തോ ഒരു രൂപം, ഒരു ഭ്രാന്തൻ വേഷത്തിലായിരുന്നു ആ ആളിന്റെ ഒരു രൂപം. സാറ് കാണുന്ന എന്താ, വൈകുന്നേരം കൽപ്പണി കഴിഞ്ഞിട്ട് മണ്ണിലും ചളിയിലും ഒക്കെ കുളിച്ചിരുന്ന് കാവ്യം മുണ്ടും ഒരു ഷർട്ടും ഇട്ട് ഇയാളെ കൊണ്ടൊന്നും ഇത് സാധിക്കൂല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു സാറിന്. അപ്പൊ സാറ് ഞെട്ടിപ്പോയി. പ്രതിവേട്ടൻ അത് കൊണ്ടുവന്ന് വിറ്റോന്ന് വെച്ച്. അപ്പൊ ആ പ്രതിവേട്ടൻ തന്നെയാ കൊണ്ടുപോയത്, ഇതൊക്കെ വിറ്റിട്ട് തന്നെയാ വന്നത് പറഞ്ഞു. അങ്ങനെ പിന്നെ സാർ എന്ത് ചെയ്ത് അതുവരെ എന്നെ ഫോളോ അപ്പ് ചെയ്ത്, നമ്മളെ എപ്പോഴും ലീഡേഴ്സ് പറയുന്നുണ്ട് ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ ഫോളോ അപ്പ് ചെയ്തിട്ട് അത് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നവരെ ഫോളോ അപ്പ് ചെയ്യണം. നമ്മൾ ഒന്നോ രണ്ടോ തവണ പറഞ്ഞ അവര് വന്നിട്ടില്ലെങ്കിൽ അയാൾക്ക് അത് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു മുൻവിധിയോട് കൂടി നമ്മൾ ഒഴിവാക്കി കളയാ ചെയ്യാം. പക്ഷെ പ്രതിയേട്ടനെ പിന്നെ സാറ് വേഗം പ്ലേറ്റ് മാറ്റി രാവിലെ വരുന്ന സാറ് ഉച്ചയ്ക്ക് ശേഷം വരാൻ തുടങ്ങി. പ്രദീപേട്ടൻ എങ്ങനെയെങ്കിലും കാണണം ഈ ഒരു ബിസിനസ്സിൽ. അയാൾക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ ശ്രീചേച്ചിക്ക് ഇത് എന്തായാലും ശ്രീചേച്ചിനെ അതിലേക്ക് എത്തൂല. ഇനി പ്രതിഭടൻ അത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം വന്ന് 3:30 ആകുമ്പോഴേക്ക് കൽപ്പണി കഴിഞ്ഞ് വരുന്ന ആള് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ഷോപ്പിൽ വന്നിരിക്കുന്ന ആളെടുത്ത് പിന്നെ സാർ ഈ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ അന്നപ്പോ എനിക്ക് ഭയങ്കര ദേഷ്യം. ഇനി എന്നെ വിട്ടിട്ട് ഇനി പ്രതികരണം അപ്പൊ ഇതിലേക്ക് കൊണ്ടുപോകും, അതൊരു പേടി. പ്രതികരണമാണെങ്കിൽ ആരെന്ത് പറഞ്ഞാലും അത് പോസിറ്റീവായിട്ടും അവരെ കൂടെ ഒന്ന് പോയി നോക്കും, എന്താ ചെയ്താൽ എന്താന്ന് വിചാരിച്ചിട്ട്. അല്ലാണ്ട് ഒരു വേറൊരു ചെയ്യരുത് എന്ന് പറഞ്ഞാല് അവർക്ക് തോന്നുന്ന എന്താണോ അതേ ചെയ്യുന്നു. അപ്പൊ ഇതിങ്ങനെയാണ് സാറേ അങ്ങനെ പിറ്റേന്നും 5000 രൂപേന്റെ പ്രൊഡക്റ്റ് വിറ്റ് അത് വീണ്ടും സുധാരേട്ടൻ കൊണ്ടു തന്ന്. എന്റെ ID ഫസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, ആ ID-യിലാണ് എടുത്തിരുന്നത്. അങ്ങനെ വിൽക്കലും വാങ്ങലും റീറ്റെയിലും റീപർച്ചേസും തന്നെ നല്ലോണം ഒരു 2.5 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് തന്നെ പുതിയേട്ടൻ കൊണ്ടുവരുന്ന് വിറ്റ് നല്ലോണം. എല്ലാ ദിവസവും ഓരോരോ ഭാഗങ്ങളിൽ പോകും. അവിടെ ചില വീടുകളിൽ കയറിയിട്ട് ഇങ്ങോട്ട് കയറണ്ടാന്നും പറഞ്ഞുകൊണ്ട് വൈക്കുന്നേ പുറത്ത് നിർത്തിങ്ങാണ്ട് നിന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നപ്പോ ഒക്കെ ഒരു ബ്രോഷർ ഉണ്ടാവും നമ്മളെ കയ്യിൽ, ഒരു 5 രൂപേന്റെ ബ്രോഷറും അതിന്റെ പേരും ഫോൺ നമ്പറും എഴുതി കൊടുത്ത്, അങ്ങനെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് കൊടുത്ത്. പക്ഷെ അത് വെല്ല ഹാർട്ടിനും ഇമ്മ്യൂണിറ്റി പ്ലസിനും ഒക്കെ ഓർഡറുകൾ വരാൻ തുടങ്ങി. പിന്നെ പിന്നെ നല്ലോണം വിൽക്കാൻ തുടങ്ങി. അപ്പം സാറ് പറഞ്ഞു ഇത് പ്രതിയേട്ട ഇത് വിൽക്കലും വാങ്ങലും മാത്രമല്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുറെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടോ. പ്രതിയേട്ടനെ ബ്യൂട്ടി പാർലർ കൊണ്ടുപോയാലും മുടിയൊക്കെ വെട്ടിക്കലും ആ ഒരു എന്താ പറയാ ഒരു ശിലയെ ഒരു ശില്പമാക്കി മാറ്റുമ്പോൾ കുറെ വേദനകൾ സഹിക്കേണ്ടി വരും അറിയില്ല. അവിടെ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ചെത്തി മിനുക്കിയിട്ട് ഒരു സുന്ദര രൂപമാക്കി മാറ്റാനുള്ള കുറെ എഫേർട്ട് സാർ എടുത്ത്. പൊതുവാണ് അതൊക്കെ നിന്നു കൊടുത്തു എന്നുള്ളതാണ്. എല്ലാം അക്ഷരം പ്രതി അനുസരിച്ച് അങ്ങനെ പറഞ്ഞ ഒരു പാന്റും ഷർട്ടും ഇടണം, ഈ ഒരു മുഷിഞ്ഞ വേഷത്തിലൊന്നും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല, നമ്മൾ ഒരാളോട് പ്ലാൻ പറയാൻ പോകുമ്പോൾ ഡ്രസ് കോഡ് നിർബന്ധമാണ്, പ്രതിയായിട്ട് ഒരു പാന്റ് ഇടണം. പക്ഷെ പാന്റ് ആൾക്കില്ല. മൈലേജ് സ്റ്റൈൽ വന്നേരാണ് ആദ്യമായിട്ട് പാന്റ് എടുത്തത്. അപ്പൊ അന്നപ്പോ സാറ് ഞെട്ടി. കാരണം എന്താ വെച്ചാൽ പാന്റ് ഇതുവരെ കൊടുത്തില്ല. ഇല്ല ഞാൻ വെള്ളം മുണ്ടു ഷർട്ട് ഇടുള്ളൂ സാറേ, എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ എന്നാൽ നല്ലൊരു വെള്ള ഷർട്ടും മുണ്ട് കൊടുക്കി, ഞാനൊരു കോണ്ടസ്റ്റ് വെച്ചുതരാം, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഈ ആഴ്ച ഒരു 10,000 ബിസിനസിന്റെ കച്ചവടം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1,000 രൂപയുടെ ഒരു ബിഗ് ബസാർ കൂപ്പൺ തരാമെന്ന്. അങ്ങനെ ആ ഒരു ബിഗ് ബസാർ കൂപ്പണും വാങ്ങി ഞങ്ങൾ ആദ്യമായിട്ട് പോയിട്ട് ഒരു പാന്റും ഷർട്ടുമാണ് മൈലേജ് സ്റ്റൈൽ വന്നവരാണ് ഒരു പാന്റ് ആൾ ഉടുക്കുന്നത്. പക്ഷെ ആ ഒരു ഉടുത്ത് വന്ന സമയത്ത് അത് അടിച്ചു ഉടുത്ത സമയത്തും കുറേ കളിയാക്കലുകൾ. നമ്മുടെ നാട്ടിൻ പ്രദേശമാണ്, ആളുകൾക്ക് വേറെ പണിയൊന്നുമില്ല, ഒരു പണിയില്ലാത്തവർ കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ പൊതുവേട്ടൻ പോയി കഴിഞ്ഞാൽ ഞാനാണ് ഇതൊക്കെ കേൾക്കുന്നത്. ഇനി തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പാന്റ് ഉടുത്തു പോകരുത്. പക്ഷെ പൊതുവേട്ടന് എന്നോട് പറഞ്ഞ് അത് നാട്ടുകാരെ നമുക്ക് വായടച്ച് മൂടാനൊന്നും പറ്റൂല, അത് അവര് നമ്മളൊരു ചെവി കൂടി കേട്ട് മറു ചെവി കൂടി അത് തള്ളിക്കളയാന്നല്ലാണ്ട് ഈ പറയുന്ന ഒന്നും ഞാൻ കേൾക്കൂല. ഞാൻ ഭവനി സാർ എന്തോ പറയുന്നത് അത് മാത്രമേ കേൾക്കുള്ളൂ. സാറിന് അങ്ങനെ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കുക ആള് ചെയ്ത്. അപ്പം സാർ എന്താണ് പറയുന്നത്, എനിക്ക് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല സാറേ. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു പേര് പോലും കേൾക്കുന്നത്. ഇതിൽ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പ്രതിഭാട്ടൻ ഇത് വെറും വിൽക്കലും വാങ്ങലും മാത്രമല്ല, ഇത് നിങ്ങൾ നടന്നു പോകുന്ന സമയത്തേ ഇത് സംഭവിക്കുള്ളൂ. കാരണം റീറ്റെയിൽ പ്രോഫിറ്റ് മോഹിച്ച് ആരും ഈ ഒരു ബിസിനസ് ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ആളുകൾ നമ്മൾ 4 ദിവസം നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസീവ് ഇൻകം വരണമെങ്കിൽ നമ്മളെ കൂടെ ടീം വേണം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പ്രതികാരം ഇരുത്തി പറഞ്ഞു കൊടുത്ത് പ്ലാന് വരച്ച് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ് നിങ്ങൾ ഓർഗനൈസേഷൻ വണ്ണിൽ ശ്രീജേച്ചിന്റെ വൺ സൈഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അവിടെ നിങ്ങൾ ഒരു സുഹൃത്തിനെയോ മറുഭാഗത്തൊരു ബന്ധുവിനെയോ പരിചയപ്പെടുത്തി തരി. നിങ്ങൾ പേസ്റ്റും സോപ്പും കുറേ റീറ്റെയിൽ ചെയ്തില്ലേ, അവർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡിസ്കൗണ്ടിൽ ഒരു പേരും അഡ്രസ്സും വാങ്ങിയിട്ട് അവർക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഏതാണോ കമ്പനി തരുന്നത് ആ വിലക്ക് കൊടുക്കുക. അപ്പം പ്രതിയാണ് ഭയങ്കര സങ്കടം. അപ്പൊ ഇത്രയും പൈസ എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഇനിയിപ്പോ റീറ്റെയിൽ കൊടുക്കാണ്ട് അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ ലാഭം എന്ന് വെച്ച്
അപ്പൊ അത് കമ്പനി ആഴ്ചയിൽ അവര് ചെയ്യുന്നതിന്റെ ഒരു 12% ഇൻകം നമുക്ക് അക്കൗണ്ടിലേക്ക് വേറെ തരും. നിങ്ങൾക്ക് അല്ലാതെ റീറ്റെയിൽ വേറെ ആളുകൾക്ക് റീറ്റെയിലും ചെയ്യാലോ എന്നാണ്. അങ്ങനെ പൊതുവേട്ടൻ എന്തിനും ഞാൻ പറഞ്ഞ പോസിറ്റീവ് കാണും. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് കൊടുത്ത ഒരു കവചപ്രാശാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് സുനി എന്ന് പറഞ്ഞിട്ട് അരീക്കര ചേളന്നൂരുള്ളതാണ്. അപ്പൊ അവന് സ്കൂൾ കുട്ടികളുടെ ഡ്രൈവറാ. അപ്പൊ അവരെ മക്കൾക്ക് ജലദോഷം പനിയും കഫക്കെട്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബേബിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പോലെ. ഇങ്ങനെ ഇതിന്റെ പ്രതിരോധം ഇല്ലാതെ അസുഖങ്ങൾ വരുന്നില്ല. അപ്പൊ നമ്മൾ കവചപ്രാശം കൊടുത്ത സമയത്ത് അവർക്ക് ആ ഒരു ദൈർഘ്യം, കാരണം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയം കുറഞ്ഞ സമയത്ത് സുനിയേട്ടന് തന്നെ സംശയം, ഇത് കവചപ്രാശം കൊടുത്തിട്ടാണോ? അപ്പൊ ഞാൻ എന്റെ കുട്ടികളെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. നല്ലോണം കവചപ്രാശം തുനിയേട്ടൻ വിൽക്കായിരുന്നു കേട്ടോ. നല്ലോണം റേറ്റിൽ 1 ലക്ഷത്തിന് എനിക്ക് 100 കവചപ്രാശമൊക്കെ ആ ഒരു കൊറോണ ടൈമിൽ 100 കവചപ്രാശമൊക്കെ ഒന്നിച്ച് വാങ്ങിച്ചിട്ടുണ്ട് ആള്. 1 ലക്ഷത്തിന്റെ സ്റ്റോക്ക് വൺ സൈഡിൽ എന്റെ ഓർഗനൈസേഷൻ മണ്ണിൽ സുനിയേട്ടനെ പോസ്റ്റ് ചെയ്ത് ആ സുനിയേട്ടനെ പൊതിയേട്ടൻ എത്രയോ തവണ പോയി പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും സുനിയേട്ടൻ പറഞ്ഞു ഒരിക്കലും പ്രതിവേട്ട ഞാൻ ബിസിനസ് ആയിട്ട് ചെയ്യൂല, ഞാൻ കുറെ കവചപ്രാശം വാങ്ങി വിറ്റോളാം, അല്ലാണ്ട് എനിക്ക് വേറൊരു ഇതിനും സാധ്യത ഇല്ല എന്നാണ്. അപ്പൊ പ്രതിയേട്ടൻ ഭവാനി സാറിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു സുനി പറഞ്ഞ ഒരാളുണ്ട്. ഞാൻ പോയി പറഞ്ഞിട്ട് അവൻ വീട്ടിൽ ഒളിച്ചിരിക്കുക. എന്നിട്ട് മക്കള് പറയും പപ്പ അവിടെ ഇല്ല, വണ്ടി ഉണ്ടാവും ചെരുപ്പ് ഉണ്ടാവും ഒക്കെ പുറത്തുണ്ടാവും, പക്ഷെ അവൻ എന്നെ കാണാൻ കൂട്ടുനിൽക്കുന്നില്ല, അവനെ ഒളിച്ചിരിക്കുകയാണ്. അന്നപ്പോ ഞാൻ പോരാ പറഞ്ഞ് ഭവാനി സാർ എറണാകുളത്ത് നിന്ന് വിളിക്കുന്ന ലെവലിൽ ഞാൻ ഇങ്ങനെ കമ്പനി ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ്, സാർ ഒരു കവചപ്രാശം ഉപയോഗിച്ചില്ല, എനിക്ക് സാറിന് ഒരു സമയം തരണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയാ ആ ഒരു ലെവലിൽ ഫോൺ വിളിച്ചിട്ട് സാറിന്റെ ഒരു സമയം വാങ്ങി പ്രതിയാടനം ഭവാനി സാറും കൂടി പോയി. ഭവാനി സാർ കറക്റ്റ് ആയിട്ട് ആ ഒരു പ്ലാന് വരച്ച് പറഞ്ഞു കൊടുത്തപ്പം സുനിയേട്ടന് വേഗം ക്ലിക്കായി. കാരണം വെച്ചാൽ അതുവരെ പ്രതിയേട്ടൻ പറഞ്ഞു കൊടുത്ത പ്ലാന് ഇപ്പൊ നമ്മൾ ചിന്തിക്കാൻ, നമ്മൾ വിളിച്ചിട്ട് ഒരാള് ബിസിനസ്സിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പ്ലാൻ അവർക്ക് മനസ്സിലാവാത്തോണ്ടാണെന്ന് തീരുമാനിക്കാം. അപ്പൊ നമ്മൾ അപ്ലൈൻ ലീഡേഴ്സിനെ കൂട്ടിയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവർ വരും. ഇന്ന് ആ ഒരു സുനിയാടനും ടീമും എന്റെ ഓർഗനൈസേഷൻ വണ്ണിൽ സുനിയാടനും ടീമും കൊണ്ടു തന്ന ബിസിനസ് എന്ന് പറയുന്നത് 2.5 കോടിയിൽ പുറത്ത് ആ ഒരു ഭാഗത്ത് എനിക്ക് ബിസിനസ് വോളിയം ക്രിയേറ്റ് ആയിട്ട് വന്നു. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ ടൂലും കൊണ്ടുവരുന്ന ഒരാളെന്ന് പറഞ്ഞു. അതും ഞങ്ങൾ തന്നെ, ഞങ്ങൾക്ക് നിറയെ 2 ഭാഗത്തും ചിലർ പറയും, ഇന്ന് ലീഡർമാരൊക്കെ നമ്മളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരു വൺ സൈഡ് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ടൂലേക്ക് മാത്രം ആളെ കൊണ്ടുവന്നാൽ മതി. ഒരിക്കലും അത് സംഭവിക്കുന്ന കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വണ്ണിലും സുനിയേട്ടനെയും അതേപോലെ തന്നെ ഓർഗനൈസേഷൻ ടൂല് ഒരു ശിവശങ്കരൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഏട്ടന്റെ അമ്മന്റെ അമ്മാവന്റെ മകന് ഭാര്യയ്ക്ക് ക്യാൻസർ ആയിട്ട് കീമോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ 95 കൊടുത്തിട്ട് ആ ഒരു അസുഖം മാറിയതും അവർക്കുള്ള ആ ഒരു പ്രൊഡക്റ്റിലുള്ള വിശ്വാസപ്രകാരം അവർ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയും ചെയ്ത് ഇന്നിപ്പോൾ കൊടുവള്ളി ടീമിനെ അവിടെ ക്രിയേറ്റ് ചെയ്തെന്ന് ശിവേട്ടന്റെ ഒറ്റ ഉത്തരവാദിത്തത്തിലാണ്. നല്ലൊരു ടീമിനെ അവിടെ എനിക്ക് മാലതി മാഡത്തിനെ പോലെ അസ്മാവി വേണം, സെമീറ വേണ്ട, ഒരുപടി എടുത്തു പറയാൻ പറ്റിയ STC ലീഡേഴ്സിനെ ഒക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം ഒരുക്കി തന്നത് നമ്മളെ ശിവേട്ടനാണ്. അവരാണ് ഞങ്ങൾ ടൂ സൈഡിലേക്ക് ഫസ്റ്റ് തന്നെ ഐഡിയ അടിച്ചത്. അവരിന്ന് അവിടെ ഏകദേശം 1,83,00,000 ബിസിനസ് വോളിയം അവിടെയും മാച്ച് ആയിട്ട് ഇപ്പൊ NTCയിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. പക്ഷെ ഞാൻ ഇതിലേക്ക് പോസിറ്റീവ് ആവാൻ കാരണം ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ ഈ ഒരു ബിസിനസ്സിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഉദയേട്ടൻ നിസാറിന്റെ കൂടെ നടന്നിട്ട് നേരം വൈകി വരുന്ന സമയത്തൊക്കെ വീട്ടിലെ കൊലായിലെ വാതിൽ അടച്ചിട്ടിട്ട് ഞാൻ പ്രതിഷേധം വരെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ കുറച്ചു നേരം പുറത്ത് നിൽക്കുന്നു പറഞ്ഞിട്ട് എന്നിട്ട് പുറത്തുനിന്ന് കുളിച്ചു വന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അത്ര ദുഷ്ടത്തരൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ല, ആളെ എവിടെയോ പോയി കഥ പറഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ചെറിയൊരു ടീം വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഓർഗനൈസേഷൻ 1 2 അവർ വാങ്ങുന്ന വിൽക്കുന്ന എന്റെ അക്കൗണ്ടിലേക്ക് ചെറിയ ചെറിയ വരുമാനങ്ങൾ വരാൻ പറ്റും. അതുവരെ സീറോ ബാലൻസ് ആയ എന്റെ അക്കൗണ്ടിൽ 500, 1000, 1500 ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. എനിക്ക് ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോ സാറൊക്കെ അന്നിപ്പോ വന്ന് പറയും, ശ്രീ ചേച്ചി നിങ്ങൾക്ക് കുറെ സ്വപ്നങ്ങൾ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് വെറും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രമാണ് നിങ്ങൾ പുറത്തെടുക്കുന്നത്. അതൊക്കെ ഒരു മുറിയിലിട്ട് പൂട്ടിയിട്ട്, ഞാൻ എന്റെ സ്വപ്നങ്ങളെയായിരുന്നു മുറിയിലിട്ട് പൂട്ടിയെങ്കിൽ ഭവാനി സാർ അതൊക്കെ എന്റെ സ്വപ്നങ്ങളെ പുറത്തേക്ക് എടുത്തിട്ട് പ്രശ്നങ്ങളെയൊക്കെ മുറിയിലിട്ട് പൂട്ടാൻ പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു. പക്ഷെ എന്നോട് പറഞ്ഞാൽ അത് പ്രതിവട്ടം നല്ലൊരു ടീം ഉണ്ടാക്കുന്നുണ്ട്, ആ ടീമിൽ കൂടി നിങ്ങൾ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ, അല്ലെങ്കിൽ ഒരു ബിസിനസ് അതിന് സാഹചര്യം നിങ്ങൾക്ക് ഒരുക്കി തരും, അത് 100% ഉറപ്പാന്ന് പറഞ്ഞു ഇങ്ങനെ വന്ന് പറയും. അങ്ങനെ ചെറിയൊരു സ്വപ്നമായിരുന്നു എൻ്റെ ഒരു വണ്ടി എടുക്കാന്നുള്ളത്. ഞാൻ വണ്ടി എടുത്തു. അത് ഒരൊറ്റ ആഴ്ച കൊണ്ട് തന്നെ ആ പുതിയ വണ്ടി ആക്സിഡന്റ് ആയിട്ട് ആൾക്ക് ഒരു 8 മാസം കിടക്കേണ്ടി വന്നു. മുട്ടിനാ താഴോട്ട് വണ്ടിക്ക് ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ ആളെ കാല് പൊട്ടി. ആ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഭാനു സാർ എറണാകുളത്താള് ഓടി വന്ന് ഭയങ്കര സങ്കടത്തോടു കൂടി അതുവരെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്ന ഒരാൾ, അയാള് വീണു, അയാൾ പിന്നെ ലീഡറെ കാര്യം പോക്കാണുള്ളത് ഉറപ്പാ. ആള് ഇവിടെ ഇല്ല, ഇപ്പൊ ഇതേണ്ട കെയർ ഓഫ് കൂടി വേണം ഇനി ഒരു ടീം ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ.
അപ്പൊ സാറിനോട് ചിരിച്ചും കൊണ്ട് പൊതുവേട്ടൻ പറയാം, ഞാനും അടുത്തിരിക്കുന്നു, അതൊക്കെ നല്ലതിനാ സാറേ എന്ന്. ആക്സിഡന്റ് പറ്റിയ നല്ലതിന് ഇയാൾ എന്താ പറയുന്നത് ചോദിച്ചു. അപ്പൊ പൊതുവേട്ടന് ഉള്ളില് ഒരു പ്രതീക്ഷ, ഞാനത് ഇറങ്ങും എന്താ വെച്ചാൽ നല്ല ടീമുണ്ട്, രണ്ട് ഭാഗവും നല്ലൊരു ടീമായിട്ടുണ്ട്, ഓൾ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല, ഓൾ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നില്ല എന്നപ്പോ ഞാൻ സ്വാഭാവികമായിട്ടും ഇറങ്ങാതിരിക്കൂല എന്നുള്ള ഉറപ്പാണ്. പക്ഷെ ആ ഒരു ടീം വർക്കിന്റെ ഫലമായി നമ്മള് ഭാനു സാറ്, ഞങ്ങൾ TC റാങ്കിലാണ് ആക്സിഡന്റ് പറ്റി കിടക്കുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾ എഴുന്നേൽക്കുന്നത് DTC റാങ്കിലാണ്. ഒരു 5-6 മാസം കഴിയുമ്പോഴേക്ക് ടീം ഞങ്ങളെ ഒരു പണിയും എടുക്കാതെ പോലും രണ്ട് ഭാഗത്ത് ടീം വർക്ക് ചെയ്യാൻ തുടങ്ങി. ഏകദേശം ഒരു 7.5 ലക്ഷം ബിസിനസ്, 15 ലക്ഷത്തിന്റെ കച്ചവടം ഒരു സ്വന്തം ഞങ്ങളെ ഒരു പ്രസൻസും ഇല്ലാതെ ഉണ്ടാക്കിയപ്പോ ആ 15,000 വരെ ആഴ്ച വരുമാനമൊക്കെ ഒരാഴ്ച വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, കണ്ണ് മിഴിച്ചു പോയി എന്ന് തന്നെ പറയാം. കാരണം ഇത്രയും വരുമാനം ഒരു പണിയെടുക്കാതെ എങ്ങനെ വരുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പൊ സാറ് പറഞ്ഞു, ഇതാണ് ടീം വർക്കിന്റെ പവർ. പക്ഷെ അപ്പൊ നിങ്ങൾ ഇനിയെങ്കിലും ആ ഒരു ഷോപ്പ് ഒഴിവാക്കണം, അതിൽ നിന്ന് നിങ്ങൾ വീണ്ടും കടത്തിലേക്ക് തന്നെയാ പോകുന്നുണ്ടാവുക. അപ്പൊ അത് ഷോപ്പ് പൂട്ടണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെ ടീമിലുള്ള എല്ലാരെ കൊണ്ടും സാർ ഒരു വോയിസ് ഇടിയിപ്പിച്ച് ശ്രീജേച്ചിന്റെ കട വിറ്റൊഴിക്കാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എല്ലാവരും ഞങ്ങളെ ഷോപ്പിൽ വന്ന് തുണിയൊക്കെ എടുത്ത് ആ ഷോപ്പ് പൂട്ടിച്ച്. പക്ഷെ ആ ഒരു പൂട്ടിയ സമയത്താണ് കൊറോണ വന്നത്. ആ കൊറോണയിൽ 2 വർഷം നല്ല ബിസിനസ് പ്രതികരണം ഭവനി സാറും ഇറങ്ങി ഓടി നല്ല ബിസിനസ് അവിടെ ഉണ്ടാക്കാനും ഒക്കെ സാധിച്ചു. പക്ഷെ ഇന്നിപ്പം ഞാൻ ആ ഒരു പാസീവ് ഇൻകം എന്റെ കുടുംബത്തിലേക്ക് വന്ന സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവം എന്നെ ആൾക്കൊരു ആക്സിഡന്റിന്റെ രൂപത്തിൽ വേണ്ടി ഒന്ന് കാണിക്കാന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. പിന്നെ ഞാൻ ഇതിനെ പറ്റി എന്താ സാറേ ഇത് എങ്ങനെയാണ്, എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല, എനിക്ക് ഒരാളോട് പോലും സംസാരിക്കാൻ അറിയില്ല. ടീം ഉണ്ടാവുമ്പോ നമുക്ക് ഇങ്ങനെ സാറൊക്കെ സംസാരിക്കുന്ന ഇങ്ങനെ വളവളാന്നിങ്ങനെ എന്താ പറയാ അത്രയും എങ്ങനെ വരും. എനിക്കാണെങ്കിൽ ഞാൻ പിന്നെ ഇനി അടുത്തത് എന്താന്ന് പറയണമെങ്കിൽ ഞാൻ പിന്നെ എന്ന് മാത്രമേ പറയൂ. എനിക്ക് കിട്ടൂലേ, മുട്ട് വിറയ്ക്കായിരുന്നു. പക്ഷെ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ അതൊക്കെ ട്രെയിനിങ്ങും പ്രോഗ്രാംസുകളും അറ്റൻഡ് ചെയ്ത് കിട്ടുന്ന, അല്ലാണ്ട് ആർക്കും ഉണ്ടാവുന്നതല്ല. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ കഴിവുണ്ട്, പക്ഷെ അതൊക്കെ നമ്മൾ പുറത്തെടുക്കണമെങ്കിൽ നമുക്കൊരു അവസരം കിട്ടിയില്ലല്ലോ നിങ്ങൾക്ക് ഇതുവരെ. അപ്പൊ നിങ്ങൾ എല്ലാ ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യണം, GTSന് 30 കൊടുക്കണം, അല്ലാണ്ട് ട്രെയിനിങ് ഉണ്ടെങ്കിൽ 100 കൊടുക്കണം, വൺ ഡേക്ക് 300 കൊടുക്കണം, RTPക്ക് 2,500 കൊടുക്കണം. എന്റെ ദൈവമേ, ഞാൻ ഇതെങ്ങനെയാ, എത്രയും കട ഉണ്ട് സാറേ, ഇനി എനിക്ക് ഇങ്ങനെ കട ഒന്നും വാങ്ങാൻ പറ്റില്ല, ട്രെയിനിങ് ഒക്കെ പിന്നെ അറ്റൻഡ് ചെയ്യാറുണ്ട്. പറഞ്ഞു പറ്റൂല ശ്രീജേച്ചി, ഇത് ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ ലക്ഷങ്ങളും കോടികളും ഒന്നും മുടക്കിയിട്ടല്ല ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. നിങ്ങളെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളെ ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ക്യാഷാണ്. അതൊക്കെ നിങ്ങൾക്ക് ഒരു 3-4 വർഷം കഴിയുമ്പോൾ തിരിച്ചു കിട്ടും. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, ഡയറിയിൽ എഴുതി വെച്ചോളിയാണ്. അപ്പൊ എത്ര നിങ്ങൾ ചെലവാക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളണം. അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തേങ്ങയൊക്കെ വിറ്റിട്ടടക്കം ഞാൻ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. അത് രണ്ടാളും പോകും, ഞാനും പോകും, പ്രതികരണം പോകും. പ്രതികരണമൊന്നും ടെക്നിക്കൽ ആയിട്ടുള്ള കഴിവൊന്നും ഇല്ല, ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ, ഒന്നും ഈ ബിസിനസിനെ പറ്റി ഒന്നും അറിയില്ല. പക്ഷെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് എല്ലാ ട്രെയിനിങ്ങിനും 5,000 രൂപയൊക്കെ കൊടുത്തിട്ട് RTPക്ക് രണ്ടാളും കൂടി പോവുക. പക്ഷെ അതൊക്കെ ഞങ്ങള് സഹിച്ചു. സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അക്ഷരം ഒരു പൊട്ടക്കിണറിലേക്ക് ചാടണം എന്ന് പറഞ്ഞാല് അതുപോലും ഞാൻ ചാടും, അല്ലെങ്കിൽ ചാടി കഴിഞ്ഞിട്ട് മാത്രമേ ചോദിക്കുള്ളൂ എന്തിനാ സാറേ ചാടാൻ പറഞ്ഞത്. അത്ര കണ്ണടച്ച് വിശ്വസിച്ച പ്രകാരം എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തന്നു. 20,000 തുടങ്ങി ഞങ്ങള് ലോൺ എടുത്തിട്ട് കുടുംബശ്രീന്ന് ലോൺ എടുത്ത് 20,000ന്റെ സ്റ്റോക്ക് എടുത്തു. പക്ഷെ നല്ലോണം അത് പ്രതികരണം വിൽക്കാൻ സാധിക്കുന്നു മനസ്സിലായ സമയത്ത് ഞങ്ങൾ 1 ലക്ഷം രൂപേന്റെ സ്റ്റോക്ക് പിന്നെ എടുത്തു. പക്ഷെ അന്ന് ഒരു 5-6 വർഷം മുന്നേട്ടോ 1 ലക്ഷത്തിന്റെ അടുത്ത് അന്ന് ഒരു ഓർഡർ ഫോം പോലും നമുക്ക് കമ്പനി ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ഓഫറോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, ആ ഒരു ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഇന്നാണ് എടുക്കുന്നെങ്കിൽ 10 IDയിൽ 10,000 വെച്ച് വാങ്ങുകയാണെങ്കിൽ 7,500 ഫ്രീ പ്രൊഡക്റ്റും അതേപോലെ തന്നെ നമുക്ക് ഓരോരോ കോൺടെസ്റ്റുകളൊക്കെ നമുക്ക് നമ്മളെ ലീഡേഴ്സ് വെച്ചിരുന്നുണ്ട്. പക്ഷെ അന്ന് അതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും എറണാകുളത്തും പിന്നെ മംഗലാപുരം ഒക്കെ പോയിട്ട് ചേട്ടൻ മോഹൻ സാറിന്റെ കൂടെ പോയിട്ട് പ്രൊഡക്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ നമുക്ക് മുക്കിലും മൂലയിലൊക്കെ ഇന്നിപ്പോ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല ഒരു മണ്ണ് തന്നെയാണ് അവര് കാലുകുത്തി നിൽക്കുന്നത് എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകത. പക്ഷെ അങ്ങനെ കുറേ വിഷമങ്ങളൊക്കെ സഹിച്ച് ഇന്നിപ്പോ ആ ഒരു ടീം ഉണ്ടാക്കി 1 ലക്ഷത്തിന്റെ സ്റ്റോക്ക് എടുത്ത സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 5 Cകളെ പറ്റിയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് ഫസ്റ്റത്തെ ഒരു C എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. അല്ലെ, നമുക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം ഈ ഒരു ബിസിനസ്സിൽ എനിക്കത് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ നിങ്ങൾ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓരോരുത്തർ പറയും നീയും പെട്ടോ, ഇതൊക്കെ തട്ടിപ്പാട്ടോ. അങ്ങനെ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കുക, നമ്മളെ പൈസ നമ്മൾ ഒരു സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഒരു 5,000 രൂപേന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് 7,000ത്തിന് വിൽക്കാനുള്ള പ്രോഫിറ്റ് അടക്കം നമുക്ക് അവിടെ തരുന്നുണ്ട്. ഇനിയിപ്പോ ലീഡർ നമ്മൾ നോക്കിയിട്ടില്ലെങ്കിലും വെറും പേസ്റ്റ് മാത്രമാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ കൂടി
അത് വിറ്റ് ഒഴിവാക്കാനുള്ള, അല്ലെ വിറ്റും കണ്ട് പൈസയാക്കാനുള്ള കഴിവും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ എന്ത് ആർക്കും ഒരു റിസ്ക് ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ. പക്ഷെ ആ ഒരു കോൺഫിഡൻസോട് കൂടി നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത ഒരു ഇതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധ. ഒരു ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ GTSന് പോകേണ്ടി വരും, ട്രെയിനിങ്ങിന് പോകേണ്ടി വരും. എല്ലാം നമ്മളെ ലീഡർ നമ്മളെ നിർബന്ധിച്ച് പിടിച്ചു വലിച്ച് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇടും. പക്ഷെ ഈ ലീഡർ നിർബന്ധപ്രകാരമാണല്ലോ വന്നത്. ഞാനിപ്പോ നമ്മളെ ശ്രദ്ധ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ അടുക്കളയിലോ അല്ലെങ്കിൽ മക്കളെ കാര്യത്തിലോ ഒക്കെ ആയിരിക്കും. പക്ഷെ അതൊന്നും ഉണ്ടാവരുത്. മനസ്സൊക്കെ അല്ലേ കടിഞ്ഞാണില്ലാതെ ഇങ്ങനെ പായാൻ തുടങ്ങും. പക്ഷെ നമ്മൾ ശ്രദ്ധയോടുകൂടി ആ ഒരു ഹോളിൽ ഇരുന്നിട്ട് ഒരു ഡയറിയും പെന്നും നിർബന്ധമായിട്ടും ഏതൊരു ഇനി സൂം പ്ലാറ്റ്ഫോമിലാണെങ്കിൽ പോലും എപ്പോഴും നമ്മളെ കയ്യിൽ ഒരു ഡയറിയും പേനയും വേണം. എന്തെങ്കിലും ഒരു ലീഡറും ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്യാണ്ടാവും. എനിക്ക് 6 ഡയറി ഉണ്ടെന്ന്. ഇപ്പൊ 5 വർഷം കഴിഞ്ഞു, 6ാമത്തെ വർഷത്തിലേക്ക് കടക്കാൻ. 6 ഡയറിയിലും ഫുൾ എഴുതിയ തന്നെ ആവർത്തനങ്ങളുടെയും ഓർമ്മപ്പെടുത്തലുകളുടെയും ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയും. കേട്ടത് തന്നെ കേൾക്കും, പക്ഷെ അതൊക്കെ എഴുതി വെക്കും. എന്നാൽ ഇതിപ്പോ എനിക്ക് ഈ 5C കിട്ടിയ ഒരു ഡോക്ടർ അടുത്തുനിന്ന്, മോനൊരു കൗൺസിലിംഗിന് കൊണ്ടപ്പോ ഡോക്ടർ പറഞ്ഞ സംഭവങ്ങൾ ഈ ഒരു 5C അല്ലാണ്ട് വേറെ ആരുടെ അടുത്തുനിന്ന് കിട്ടിയില്ല. ഞാൻ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് വീട്ടിൽ വന്ന് ഡയറിയിലേക്ക് അങ്ങ് പകർത്തി. പക്ഷെ അത് എനിക്ക് ബിസിനസ് ആയിട്ട് എന്താ പറയാ കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കോൺസെൻട്രേഷനോട് കൂടി നമ്മൾ ഈ ഒരു ബിസിനസിനെ കാണുക. അടുത്തൊരു 3ാമത്തെ ഒരു C ആണ് കറേജ് എന്ന് പറയുന്നത്, ധൈര്യം. നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് ധൈര്യം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ബിസിനസ്സിൽ വന്ന് ഒരു റാങ്ക് എത്തി കഴിഞ്ഞാൽ നമുക്ക് മൈക്ക് പിടിച്ചിട്ട് സ്റ്റേജിൽ കയറേണ്ടി വരും. ഞാനൊക്കെ നളന്തയിൽ കയറുന്ന സമയത്ത് ഈശ്വരാ TC ആവരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ആളാ. കാരണം വെച്ചാല് അവിടെ കയറിയിട്ട് മൈക്ക് പിടിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് വിറയ്ക്കും, പേടിച്ചിട്ട് നിൽക്കണ്ടാവില്ല. പക്ഷെ നമ്മളെ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്തും നമുക്ക് നല്ല ധൈര്യം വേണം. കാരണം ഉള്ളിലേക്ക് കഴിക്കുന്നതാണ് കൊടുക്കുന്നത്. അപ്പൊ ഒന്ന് അധികരിക്കും എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആയുർവേദമാണ്. ഉള്ളിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഉള്ളിലുള്ള കേടിനെ പുറത്തെടുത്ത് കഴിയുമ്പോൾ നമ്മൾ അസുഖം ഒന്ന് ചില ശരീരത്തിലൊന്ന് കൂടുതലാവും. അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നല്ല പണി കിട്ടും. അതിനും എനിക്ക് പണി കിട്ടി. അത് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ അത് പറയണം. നമ്മളെ വുമൺ കമ്പാനിയും കൊടുത്ത സമയത്ത് എന്റെ കെയർ ഓഫ് കൂടി ഒരു അസോസിയേറ്റ് ആണ് കൊടുത്തത്, ഞാനല്ല കൊടുത്തത്. അപ്പൊ അവള് പറഞ്ഞില്ല ഈ ഒരു ഇത് കഴിക്കുന്ന സമയത്ത് ഒന്ന് ബ്ലീഡിങ് അധികമാവും, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ തലകറക്കും ഒക്കെ ഉണ്ടാവൂലേ. പക്ഷെ അത് അവര് പറയാതെ കൊടുത്ത് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഒരു ആണുങ്ങളുണ്ട് വിളിക്കുന്ന രാവിലെ തന്നെ ചായ ഉണ്ടാക്കുക അടുക്കളയിൽ. അപ്പൊ എന്നോട് പറഞ്ഞ നിങ്ങൾ എന്ത് തന്റെ ഭാര്യയ്ക്ക് കൊടുത്ത് അവൾ ആകെ തളർന്ന് ക്ഷീണിച്ച് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്, ഓക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങള് വേഗം സ്റ്റേഷനിലേക്ക് വന്നവര്, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ പോവാന്ന്. എന്റെ ദൈവമേ, ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി. കാരണം വെച്ചാൽ സ്റ്റേഷനിലേക്ക് വന്നോളി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പേടിച്ചു പോലെ. പക്ഷെ എനിക്കൊരു ഉള്ളിൽ നല്ല ഒരു ധൈര്യം വന്നെന്താ അറിയോ, നമ്മളെ ബെന്നി സാറ് എല്ലാ എത്രയോ ട്രെയിനിങ്ങിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളെ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഇന്ന് വരെ ഒരാൾക്കും ഒന്നും സംഭവിച്ചില്ല. കാരണം കഫനിലൊക്കെ ഒരു 6 വയസ്സുള്ള കുട്ടി ഒന്നിച്ച് തേനാന്ന് വിചാരിച്ച് എടുത്ത് കുടിച്ചു പോയിട്ട് പോലും ആ കുട്ടിക്ക് ഒന്നും സംഭവിച്ചില്ല. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു കഫ് സിറപ്പ് ആണെങ്കിൽ അത് മൂക്കിൽ പഞ്ഞി വെക്കേണ്ട സാഹചര്യം വരും, അല്ലെ പെട്ടി കടത്തേണ്ട സാഹചര്യം വരും. നമ്മളെ പ്രൊഡക്റ്റ് കഴിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എന്റെ നമ്പർ കൊടുത്തോളാനാ സാറ് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രതികരണം പറഞ്ഞു, നമ്മള് ബെന്നി സാറിന്റെ നമ്പർ കൊടുത്താൽ അയാൾക്ക് തന്നെ. അപ്പൊ എന്നോട് പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ലടോ. പ്രതികരണം ഭയങ്കര കോൺഫിഡൻസാ. അപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല, അയാൾ 2 ദിവസം കഴിഞ്ഞാൽ വിളിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ ആയിക്കോട്ടെ സാറേ, ഞാൻ ഏത് സ്റ്റേഷനിലേക്കാണെങ്കിലും വരാം, നിങ്ങൾ പറഞ്ഞോളി പറഞ്ഞു. ഞാൻ ഒരു ആത്മധൈര്യം ഉള്ളിൽ വീണ്ടെടുത്തിട്ട് പറഞ്ഞു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോ വൈഫാണ് വിളിച്ചത്. മാഡം ഒന്നും വിചാരിക്കരുത്, ശ്രീജേച്ചിന്നാ വിളിച്ചത്, ഒന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം അങ്ങനെ ഞാൻ അയാളോട് പറയാതെയായിരുന്നു ഈ മരുന്ന് കഴിച്ച്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇതെല്ലാം കൂടി അധികരിച്ച് എനിക്ക് അറിയില്ലായിരുന്നു, ബ്ലീഡിങ് ഓവറായി, ഞാൻ തല കറങ്ങി വീണ്, അതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നത്. പക്ഷെ ഒരു പ്രശ്നവുമില്ല. അത് അയാൾക്ക് ഏതൊരു ആണുങ്ങളായാലും ഭാര്യമാര് വീണതൊക്കെ കാണുമ്പോ ആരെങ്കിലും സഹിക്കുവോ? അത് അത്ര മാത്രമേ സംഭവിച്ചുള്ളൂ. അതുകൊണ്ട് ആ ഒരു ധൈര്യം, കോൺസെൻട്രേഷനും കോൺഫിഡൻസും കറേജും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കോൺക്രീറ്റ് ആയി മാറുന്നതാണ്. ഈ ഒരു ബിസിനസ്സിലേക്ക് ഒരു 3-4 വർഷം കഴിഞ്ഞ് ഇന്നിപ്പോ എനിക്ക് മോട്ടിവേഷന്റെ ഒരു ആവശ്യമില്ല. ഫുള്ള് എന്റെ ഇൻകം തന്നെയാണ് എന്റെ മോട്ടിവേഷൻ അറിയുന്നത്. കാരണം ഇന്നിപ്പോ ഞാൻ വെറുതെ ഇരുന്നാൽ പോലും ഒരു 10-75,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന ലെവലിൽ, +2 പോലും കംപ്ലീറ്റ് ചെയ്യാത്ത ആളാണ്. അത്രയും ടീം, ഞാൻ പോലും അറിയാതെ എന്റെ ടീം ഉത്തർപ്രദേശിലും ഹരിയാനയിലും ജമ്മുവിലും ഒക്കെ ചെറിയ ബ്രോൺസും സിൽവറും ഒക്കെ ആയിട്ട് വിത്ത് തൈ പാകിയ ഒരു പ്രബീർ സാർ ഉണ്ട് എനിക്ക് ഡൽഹിയിൽ സെറ്റിൽഡ് ആയ ഒരാള്. അയാളെ കെയർ ഓഫ് കൂടി അവിടെ ആ ഒരു അതർ സ്റ്റേറ്റിൽ വരെ ആയി. ഡൽഹിയിലും ഒരു പ്രകാശൻ എന്ന് പറഞ്ഞ ഒരാളുടെ STC, അവരെ കെയർ ഓഫ് കൂടി ഭരതൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ, റിട്ടയർഡ് ഒന്നല്ല, സർവീസിൽ ഇരിക്കുന്ന പോലീസുകാരനാണ്. അവരെ കെയർ ഓഫ് കൂടി പോലും നമുക്ക് അവിടെയൊക്കെ ടീം വരാൻ തുടങ്ങി. പക്ഷെ ഇന്ന് ഞാൻ അനുഭവിച്ചെങ്കിൽ മലയാളം പോലും മലയാള ഭാഷ മാത്രമേ അറിയുള്ളൂ, പക്ഷെ ഹിന്ദി ഒന്നും അറിയില്ല. വരുന്ന മാസം
എന്നോട് പറഞ്ഞെന്താ വെച്ചാല് ഒരു 21 ദിവസം ശ്രീജേച്ചി യുപിയിലേക്ക് വരണം, ലീഡറെ അവിടെ കാണിച്ചേ മതിയാവും, നിങ്ങളാണ് ഞങ്ങളെ ലീഡർ എന്നുള്ള അവിടെ പോയി കാണിക്കണം, അപ്പൊ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഞാനത് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്ത് തന്നോളാന്ന് പറഞ്ഞു. അത്ര പോലും ഞാൻ പോലും അറിയാത്ത ലെവലിലേക്ക് എന്റെ ടീം മാറിയത്. അപ്പൊ നമ്മളെ ഉള്ളിൽ കോൺക്രീറ്റ് പോലെ ആരെന്ത് പറഞ്ഞാലും അത് ഉറച്ചിരിക്കുന്ന ലെവലിലേക്ക് മാറുന്നു. പിന്നെ അടുത്തൊരു സംഭവമാണ് അത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, സ്ഥിരതയിലേക്ക്. ആര് പറഞ്ഞിട്ടില്ലെങ്കിലും പിന്നെ നമ്മൾ ആ ഒരു സ്ഥിരതയിലേക്ക് എത്തപ്പെടും. പിന്നെ ഈ ഒരു ബിസിനസ്സിൽ അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ലൊരു ടീം. നിങ്ങൾ റീറ്റെയിൽ ചെയ്യുന്നത് കൂടെ 3 ആറുകൾ ശ്രദ്ധിക്കുക. റീറ്റെയിലും റീപർച്ചേസും റിക്രൂട്ട്മെന്റും ആ രണ്ടെണ്ണം ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ കൂടി ആളുകളെ പരിചയപ്പെടുത്തുന്ന കാര്യം കൂടി നമ്മൾ ഇവിടെ ചെയ്യണം. അപ്പൊ നല്ലൊരു ടീം, ബിൽഡ് എ ടീം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബിൽഡ് എ ടീമാണ്. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. അടുത്തൊരു സ്റ്റെപ്പാണ് മെയിൻറ്റെയിൻ ദ ടീം എന്ന് പറയുന്നത്. ആ ടീമിനെ നമ്മൾ നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം വെച്ചാല് നമ്മൾ മനുഷ്യന്മാരെയാണ് നട്ട് വളർത്തുന്നത്. പല കാറ്റഗറിയുള്ള ആളുകളുണ്ടാവും. ഇപ്പം ചിലപ്പം ലീഡറേയും നോക്കി മുകളിലേക്ക് ഇരുന്ന് ഞാൻ ചെയ്തിട്ട് ഓൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും നോക്കി കണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. നമ്മളെ കുറ്റം പറയുന്നവരുണ്ടാവും. പക്ഷെ അതൊന്നും കമാന്ന് അക്ഷരം ഉണ്ടായിരുന്ന അനീഷ് സാർ എപ്പോഴും പറയാറ്. അങ്ങനെ നല്ലൊരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുക, നല്ലൊരു മനോഭാവത്തോടു കൂടി എന്താ പറയാ അവരെ ഭരിക്കാനൊന്നും പോരുത്, നമ്മളെ രക്ഷപ്പെടുത്താൻ. അനീസ് സാർ എത്രയോ തവണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ ടീമിലേക്ക് കടന്നു വരുന്ന ആളുകൾ നമ്മളെ രക്ഷപ്പെടുത്താൻ ദൈവം അയക്കുന്ന ആളുകളാണ്. സത്യല്ലേ? സത്യം പറഞ്ഞാല് അവര് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ അവരോട് നല്ല ഭരിക്കാനൊന്നും പോവാതെ അവർക്ക് എന്താണോ ആഗ്രഹം അവരെ ലെവലിൽ അവരോട് സംസാരിച്ചിട്ട് മുന്നോട്ട് പോവുക. ഇനി അടുത്താണ് ട്രെയിൻ ദ ടീം എന്ന് പറയുന്നത്. നമ്മള് വർക്ക്ഷോപ്പ് ഒക്കെ വെച്ചിട്ട് ഞാനൊക്കെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തത് 1650 രൂപ കൊടുത്തിട്ട് ആഴ്ചയിലാണ്. 2 ദിവസം പ്ലാൻ പ്രസന്റേഷൻ വർക്ക്ഷോപ്പ് പഠിക്കാൻ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയത് 100 150 കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില വീടുകളിലും ഒക്കെ 10 15 ആളെ വെച്ചിട്ട് പ്ലാൻ പ്രസന്റേഷൻ വർക്ക്ഷോപ്പും ടെക്നിക്കൽ വർക്ക്ഷോപ്പും അത് നമ്മളെ ലീഡേഴ്സ് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ പ്ലാൻ തലയിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഒരാളും ഈ ഒരു ബിസിനസിന്റെ ഇൻകം പ്ലാൻ അറിയുന്ന ഒരാളും ഈ ഒരു ബിസിനസ് നിർത്തിപ്പോയില്ല എന്നുള്ളതാണ്. ബൈനറി പ്ലാൻ അല്ല, ഹൈബ്രിഡ് ബൈനറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഹൈബ്രിഡ് ബൈനറി പോലും എനിക്കറിയില്ല. അത്രയും ലെഗുകൾ കൂടി ഇൻകം ഇറക്കാൻ പറ്റുന്ന ഒരു ബൈനറി പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പഠിപ്പിക്കാനുള്ള ട്രെയിൻ ദ ടീം എന്ന് പറയുന്നത്. അടുത്തൊരു ലെവലിലാണ് ബിൽഡ് എ ടീം ലീഡേഴ്സ്. ബിൽഡ് എ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് കൊടുത്തിട്ട് വർക്ക്ഷോപ്പ് വെച്ച് കൊടുത്ത ലീഡർമാരായിട്ട് പിന്നെ നമ്മൾ അവർ മാറുക ചെയ്യുക. പിന്നെ നമ്മളെ നോക്കിക്കുവോ? ഒരു പ്ലാന് പറയണമെങ്കിൽ നമ്മളെ നോക്കി നിൽക്കേണ്ട ആവശ്യം അവർക്ക് അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുക, ലീഡേഴ്സ് ആയി പഠിച്ചെടുക്കുക. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഓർഗനൈസേഷൻ 1ലും 2ലും കൂടി ഏകദേശം 65ഓളം TC എബോ ലീഡേഴ്സ്, കാരണം കമ്പനി റാങ്കിൽ കയറിയ 65ഓളം ടീം ഇന്നിപ്പോ എൻ്റെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ രാത്രിയൊക്കെ വിളിച്ചു നോക്കുമ്പോൾ സതീഷ് സാറിനെയും സുധീഷ് സാറിനെയൊക്കെ വിളിക്കുമ്പോൾ അവർ പ്ലാൻ പറയുന്ന കേൾക്കുക 10:30ക്കും 11 മണിക്കൊക്കെ. ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന് ചിലപ്പം അടുക്കളയിൽ നിന്ന് പാത്രം കഴുകുകയോ മീൻ മുറിക്കുകയോ ചെയ്യും. പക്ഷെ അവരവിടെ വർക്ക് ചെയ്യുക. അതാണ് ഈ ഒരു ടീം വർക്കിന്റെ പവർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു പണിയെടുക്കാതെ വീട്ടിലിരുന്നാൽ പോലും ഞാൻ പറഞ്ഞ ഇത്രയും വരുമാനം, ഒരു +2 കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത എനിക്ക് ഇങ്ങനെയും ഒരു വരുമാനം കിട്ടണമെങ്കിൽ വേറൊരു മേഖലയൊന്നും കിട്ടില്ല. ചിലപ്പോൾ ഒരു തുണി ഷോപ്പിലൊക്കെ പോയി ഇരിക്കുകയാണെങ്കിൽ ഒരു 10ഓ 15ഓ കിട്ടും. അതൊന്നും നമുക്ക് ശാശ്വതമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഒരു അടുത്തൊരു ലെവലാണ് അസറ്റ് ബിൽഡ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഒന്നും പറയാ, ബെന്നി സാറൊക്കെ 10,000 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കുന്നുണ്ട്. അനീഷ് സാറൊക്കെ ഒരു 2 കോടിയുടെ വീട് ഉണ്ടാക്കി കഴിഞ്ഞു. ഹൗസ് വാമിനൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. മുബീൻ സാറൊക്കെ 1 കോടി. ഈ ഒരു 10 ഐഡിയ തന്നെയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നാളെ ഇവിടെ പോയി ഇന്ത്യയിൽ പോലും ഇല്ല, അമേരിക്കയിലുള്ള ഇന്ത്യയിലെ കച്ചവടം അവർ അറിയുന്നു പോലുമില്ല. 1 കോടി വരുമാനം വാങ്ങുന്ന നമ്മളെ മുബീൻ സാറ്. അപ്പൊ ഞാനതൊക്കെ ചിന്തിക്കാൻ, ഞാൻ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഞാൻ പോവാ നാളുകളിൽ. ഇന്ന് നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിലും നാളുകൾ ഒരു 3 4 വർഷം കഴിയുന്ന സമയത്ത് നമ്മളെ ലെവൽ എന്താന്ന് മാത്രം ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. അപ്പൊ ആ ഒരു അസറ്റ് ബിൽഡ് ചെയ്യുന്ന ലെവലിലേക്ക് ഇപ്പൊ സുബീർ സാറും ധനീഷ് സാറും ഒരുപാട് ലീഡേഴ്സ്, ബിജു സാറൊക്കെ നമ്മളെ ലീഡേഴ്സ് ITCകളൊക്കെ 2,10,000 കണ്ടിന്യൂസ് വാങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറണം. പിന്നെ ഇതിന്റെ ABCD നിർബന്ധമായിട്ട് അതൊക്കെ നിങ്ങളെ ലീഡേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. ആറ്റിറ്റ്യൂഡ്, നല്ല കുറേ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഹൈറ്റിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, വിന്നേഴ്സ് കുറേ ആറ്റിറ്റ്യൂഡിനെ പറ്റി നമുക്കറിയാം. അത് ഒരു നല്ല മനോഭാവം എന്ന് പറയുന്ന സംഭവം
എല്ലാരോടും എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി ആരോടും മുഖം കറുപ്പിച്ച് പറയാതെ അതാണ് നമ്മളെ ഈ ഒരു ടീം വർക്കിന്റെ ഫലമായിട്ട് നമുക്ക് ചിലപ്പോൾ ഞാനൊക്കെ വീട്ടിൽ ഭയങ്കര ദേഷ്യക്കാരത്തിയിരുന്നു. കാരണം വെച്ചാൽ മക്കളോടും ഹസ്ബൻഡിനോടും ഒക്കെ നമുക്ക് വീട്ടിൽ ഭാര്യയാണ്, വേറൊരു മുഖം ഉണ്ടാവും. പക്ഷെ നമ്മൾ ടീമിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതേ മുഖം നമ്മളെ ടീമിനോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ടീം അവിടെ നിൽക്കുവോ? അത് ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മൾ വേറൊരു ഭാവമായിട്ട് മാറണം. അല്ലേ സാർ പറയല്ലേ, വീട്ടിൽ അടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് അങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് വിരുന്നാര് വരുന്ന സമയത്ത് ഒരു തിരിയലും അങ്ങോട്ട് തിരിഞ്ഞ് മുഖം കൊണ്ട് തുടച്ചിട്ട് മുഖം ചിരിച്ചും കൊണ്ട് വേറൊരു ഭാവമായി മാറുന്നത്, അതൊക്കെ നമ്മളെ ലേഡീസിന് സാധിക്കുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു മനോഭാവത്തോടു കൂടി നമ്മളെ ടീമിനെ കൊണ്ടുപോവുക. പിന്നെ അടുത്ത ബിലീഫ് നിറഞ്ഞ് വിശ്വാസം, ഒരു പ്രൊഡക്റ്റിൽ വിശ്വാസം വേണം, കമ്പനി മാനേജ്മെന്റിൽ വിശ്വാസം വേണം, ഇൻകം പ്ലാനിൽ വിശ്വാസം വേണം, പിന്നെ എന്താ ലീഡേഴ്സിൽ വിശ്വാസം വേണം. നമുക്ക് നമ്മളിൽ തന്നെ എല്ലാത്തിലും ഉണ്ട്, 4 കാര്യത്തിലും ഉണ്ട്. എനിക്ക് എന്നിൽ വിശ്വാസമില്ല എന്നാൽ നടക്കുന്ന കാര്യമില്ല. നമുക്ക് നമ്മളിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പിന്നെ അടുത്തത് കമ്മിറ്റ്മെന്റ്. ഈ ഒരു ബിസിനസ്സിനെ ആ ഒരു ലെവലിൽ ആ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി പോവുക. ഡീഡ്യൂപ്ലിക്കേഷൻ. കാരണം നമ്മൾ എന്താണോ ലീഡർ ചെയ്യുന്നത് അത് വേറെ ഒന്നും. എന്നോട് ബാനി സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ശ്രീജേച്ചി ഒന്നുകിൽ പറഞ്ഞാൽ അനുസരിക്കണം, അല്ലെങ്കിൽ സ്വന്തം ഐഡിയയിൽ പോകണം. കാരണം ഫോൺ വിളിച്ചാൽ എടുത്തിട്ടില്ലെങ്കിൽ, മീറ്റിങ്ങിന് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഞാൻ വിളിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും അർജന്റ് കാര്യത്തിനേക്ക് നിങ്ങളെ വിളിക്കേണ്ടതാണ്. അപ്പൊ എന്ത് തിരക്കാണെങ്കിലും ഞാൻ നോക്കൂല, നിങ്ങൾ അടുക്കളയിൽ പണിയാണോ എന്നൊന്നും ഞാൻ നോക്കൂല. പക്ഷെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വിളിക്കണം. അല്ലെങ്കിൽ സ്വന്തം ഐഡിയയിൽ പോയിട്ട് മുട്ടി പഠിക്കുക. അങ്ങോട്ട് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് എന്താ അങ്ങോട്ട് പോയാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവിടെ പോയി മുട്ടിയിട്ട് തിരിച്ചു പോരേണ്ടി വരും. അങ്ങനെ പഠിക്കുന്നവരും ഉണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം ചിന്തിച്ചിട്ടുള്ളൂ, എനിക്ക് സ്വന്തമായിട്ട് വേറെ ഐഡിയയും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ സാറ് പറയുന്ന പോലെ എന്താണോ സാറേ നിങ്ങൾ പറയുന്നത് അതേപോലെ ഞാൻ എന്താ ചെയ്യേണ്ടത് അതേപടി അനുസരിച്ച്. അതുകൊണ്ടായിരിക്കും ഇന്നിപ്പോ എന്ത് പറഞ്ഞാലും ഒരു സ്റ്റേജ് കയറി എനിക്കൊന്നും അറിയില്ല ഇനി ആദ്യമൊക്കെ പറയണം, സാറേ ഇത് മാഡം ഇത് പറയണം, അത് അതേപടി ഞാൻ ഒപ്പി വെച്ചോണേ ആണും പോലെ ഞാൻ എന്നോട് പറയും. നിങ്ങൾ എന്ത് ഞാൻ പറഞ്ഞാലും അത് അതേപടി അനുസരിച്ച് സ്റ്റേജിൽ പോയി പറയുന്നുണ്ട്. അതൊക്കെ എന്നെ പഠിപ്പിച്ചിട്ട് ആ ഒരു ലെവലിലേക്ക് മാറ്റി തന്നെ. അപ്പൊ ഡ്യൂപ്ലിക്കേഷൻ, സാറ് എന്താണോ നമ്മളെ ലീഡർ എന്താണോ ചെയ്തത് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കോപ്പി അടിച്ചിട്ട് പോകാനുള്ളതാണ്. സ്കൂളിൽ കോപ്പി അടിച്ച് നമുക്ക് അടി കിട്ടിയിരുന്നു. പക്ഷെ ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിൽ നമ്മൾ കോപ്പി അടിച്ചേ മതിയാവും. നമുക്കൊന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ മുന്നോട്ട് പോവാ. ഇതൊരു ക്യൂ ആണ്. ഞാനിപ്പോ എല്ലാ വേദിയിലും പറയാറുണ്ട്, ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ ഒന്നും ദിക്കും തള്ളും എല്ലാം ഉണ്ടാവൂലേ. പക്ഷെ അത് ഒന്നും സഹിക്കാൻ പറ്റില്ല, നമ്മൾ ഇങ്ങോട്ട് മാറി നിന്നാൽ ആ ക്യൂ എന്തായാലും അതിന്റെ വഴിക്ക് പോകും. നമ്മൾ അവിടെ തന്നെ നിൽക്കലേ ഉണ്ടാവുള്ളൂ. നാളുകളിൽ ഒരു ദിവസം ഞാൻ അവിടെ ഇനി നിന്നെന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ അവരവിടെ സമ്മതിക്കൂല. അതുകൊണ്ട് വയ്യിലെ തിക്കും മുന്നിലെ തള്ളും എല്ലാം സഹിച്ച് നമ്മൾ ഈ ഒരു ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രധാന കാര്യം. ഇന്ന് നിങ്ങൾ ഇൻകം ഒന്നും നോക്കണ്ട. ഇന്ന് നിങ്ങൾക്ക് ഇൻകം ഒക്കെ കുറവായിരിക്കും. പക്ഷെ നാളുകളിൽ ഒരു ടീമായി വരുമ്പോൾ നമ്മളെ ലെഫ്റ്റും റൈറ്റും ഈ രണ്ട് ഓരോരുത്തർ വന്ന് അവരെ കെയർ ഓഫ് കൂടി ടീമായി പോകുമ്പോൾ പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയും. ഇന്നിപ്പോ എന്റെ കയ്യിലല്ല ടീമുള്ളത്. എനിക്ക് 6 STCകൾ ഉണ്ട്. അവരെ കയ്യിലാണ് നമ്മളെ ടീം കിടക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ കൂട്ടിപ്പിടിക്കും. ഇന്നിപ്പോ ഇവിടെ എന്റെ വീട്ടിൽ വെച്ചിട്ട് എല്ലാ മാസവും ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് DTC എബോ ലീഡേഴ്സ് ഏകദേശം 21ഓളം DTC എബോ ലീഡേഴ്സ് എനിക്കുണ്ട്. അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് അവർക്ക് വേണ്ട ട്രെയിനിങ് പ്ലാനിങ് ആണ്. വെള്ളിയാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, വെള്ളിയാഴ്ച ക്ലോസിങ് കഴിഞ്ഞാൽ പിന്നെ ടാർഗറ്റ് വെച്ചിട്ട് നമ്മളെ ലീഡർ ടാർഗറ്റ് തരുമ്പോൾ അത് നമ്മളെ താഴെയുള്ള DC ആൻഡ് അബോ ലീഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മുമ്പൊക്കെ ചിലപ്പോൾ എനിക്ക് 5 ലക്ഷമാണ് ടാർഗറ്റ് ഒരു മാസത്തേക്ക് തരുന്നുണ്ടാവുക. പക്ഷെ ഞാനത് 5 ലക്ഷം ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കല്ലേ ചെയ്യുക. എനിക്ക് ഇത്രയും ലീഡർമാരുണ്ട്, അവരിലേക്ക് അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് സാർ എപ്പോഴും ഒരു ഉദാഹരണം പറയും, ഉറുമ്പിന് ലഡു ഇഷ്ടമാണ്. പക്ഷെ ലഡു തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് ചത്തുപോകും. പക്ഷെ അത് പൊടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് നല്ലോണം തിന്നാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് സംഭവം. ഈ ഒരു വലിയ ടാർഗറ്റ് ഒക്കെ കണ്ട് പേടിക്കൊന്നും ചെയ്യരുത്. അത് താഴേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അതിന്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു സെയിൽസ് ഒരാഴ്ച ആകുമ്പോഴേക്ക് കയറ്റിയെടുക്കുക. നല്ല പെർഫോമൻസ് ടീം തന്നെയാണ്. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എല്ലാവരും പെർഫോം ഒക്കെ അടിച്ചു വരുന്ന ടീം തന്നെയാണ് ഇത്. ഷാഹിർ സാറിന്റെ ഒക്കെ ടീം, അയ്യൂബ് സാറും കുറെ ലീഡേഴ്സ് ഇവിടെ എടുത്തു പറയാം, ഉമർ സാറും ബിജു സാറും ഒക്കെ നമ്മളെന്താ പറയാ ഒരേപോലെ. ആരെങ്കിലും എടുത്തു പറയാൻ വീട്ടിലുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കൂടുതലായിട്ട് എല്ലാവരും ഒന്നും പറയാൻ അറിയില്ല. അപ്പൊ എന്തായാലും ഇന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഭൂമുഖത്ത് തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അത്രയും വിഷമങ്ങൾക്കുള്ളിൽ കൂടിയാണ് കടന്നു വന്നത്. ഒരു സാധാരണ ഒരു വീട്ടമ്മയ്ക്ക്, ഒരു ഫാമിലിക്ക് ഇത്രയും നേട്ടങ്ങൾ ഈ ഒരു ബിസിനസ് കൂടി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും ഒരുപാട് കഴിവുള്ള ലീഡേഴ്സ് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ട്. അവർക്കൊക്കെ നല്ല വിജയങ്ങൾ ഈ ഒരു ബിസിനസ് കൂടി കൊയ്യാൻ സാധിക്കട്ടെ. ഇന്നിപ്പോ ഈ ഒരു ബിസിനസ്സിൽ വന്ന് വെറും 5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞൊരു വണ്ടി ആക്സിഡന്റ് പറ്റിയ സമയത്ത് അനിയന്മാരൊക്കെ പറഞ്ഞത് ഒഴിവായി കളി,
ഗുരുത്വമില്ലാത്ത വണ്ടിയാണ്. പക്ഷെ ഇന്നിപ്പോ 5.5 കോടിയുടെ, ഞാൻ പറഞ്ഞു, രണ്ട് ഭാഗം കൂടി 5.5 കോടിയുടെ ബിസിനസ് കൊണ്ടുവന്ന വണ്ടിയാണ് അത്. അത് ഒഴിവാക്കാൻ പതിയാണ്ട് തോന്നില്ല, എപ്പോഴും കൊണ്ട് നടക്കും. എന്നിട്ട് പറയും ഈ പാട്ട വണ്ടിയും കൊണ്ടാണോ നടക്കുന്നതായിരിക്കും. പക്ഷെ അതൊക്കെ വണ്ടി, 2-3 സ്മാർട്ട് ഫോണ്, ഒരു ലാപ്ടോപ്പ്, അതേപോലെ തന്നെ 2021 ഒരു കാർ എടുത്തു. പക്ഷെ ആ കാറ് ഡ്രൈവറെ വെച്ച് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം എനിക്ക് ഗിയർ മാറ്റാനും സ്റ്റിയറിങ്ങും ക്ലച്ചും ബ്രേക്കും എല്ലാം കൂടി ഒന്നും പിടിക്കാൻ പറ്റൂല. എനിക്ക് ഏതെങ്കിലും ഒന്ന് ഇതെല്ലാം കൂടി കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിനോട് പറയായിരുന്നു. പക്ഷെ അപ്പൊ എന്നോട് പറഞ്ഞ പിന്നെ ഈ ഒരു ഗിയർലെസ് വണ്ടി വാങ്ങിച്ചെന്ന് അങ്ങ് ഓടിക്കുമെന്ന് വെച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും ഓടിക്കുന്നു. എന്താ കാരണം വെച്ചാൽ എന്നെ ഓരോ വേദികളിലും വെച്ച് കളിയാക്കിയായിരുന്നു. വണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന ലൈസൻസ് ഒക്കെ എടുത്ത്, പക്ഷെ ആഗ്രഹം വന്ന അന്ന് ഞാൻ ലൈസൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്കൊരു ലേഡീസിനോടൊക്കെ പറയേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വണ്ടി പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു ATC DTC റാങ്ക് വരെ നിങ്ങൾ പോകും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഹസ്ബൻഡിന്റെ കട്ട സപ്പോർട്ട് വേണം. അല്ലാത്തൊരു ആളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ വണ്ടി പഠിക്കുക. നമ്മൾ വിചാരിച്ചാൽ പഠിക്കാതിരിക്കാൻ സാധിക്കൂല എന്നുള്ളതാണ്. കാരണം ഞാനൊക്കെ ഇന്ന് സ്വന്തം ഭവാനി സാറിന്റെ ഒരു എന്താ പറയാ, ഒരു കുറ്റപ്പെടുത്തലും പരിഹസിക്കലും എന്തൊക്കെയോ ഇനി ഓരോരോ വേദികളിലും എന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ഒക്കെ ചെയ്യുന്നു. കാരണം വെച്ചാല് ഓരോ ആൾക്കാരുടെ കുറവാക്കുക. കാരണം ഒരു വണ്ടി പഠിച്ചും കണ്ട് ലൈസൻസ് അൾമാരിയിൽ വെച്ച് പൂട്ടി മെഴുകുതിരിയും കത്തിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അന്ന് പുള്ളിലുണ്ടായ ഒരു വാശി, എങ്ങനെയെങ്കിലും സാറിന്റെ മുന്നിൽ കൂടി പോവണം വണ്ടി ഓടിച്ചിട്ടുന്നുള്ളത്. പക്ഷെ അന്ന് സാറ് പോകുന്ന ഒരു ഇഗ്നീസിന്റെ ഒരു 8.25 ലക്ഷത്തിന് ഒരു വണ്ടി എടുത്തു. ഇന്നിപ്പോ കഴിഞ്ഞ മാസം വയനാട്ടിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് പേടിയ സാറേ, നിങ്ങൾ ഒരു ദിവസം എന്റെ കൂടെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു വർക്ക് ഉണ്ടായിരുന്നു അസ്മാതാത്തന്റെ. ആ വർക്കിന് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വയനാട് ചുരം കയറി ഇറങ്ങി. പക്ഷെ അതിനുശേഷം ഒടുക്കത്തെ കോൺഫിഡൻസ് ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവോ മോനോ വേണ്ടി ഉണ്ടായിരുന്നു ഒരു ഇടതുവശത്ത് കാറിന്റെ. ഇന്ന് ഒറ്റയ്ക്കൊക്കെ വണ്ടി എടുത്തു പോകാനുള്ളൊക്കെ ഒരു ചങ്കൂറ്റം ഈ ഒരു മൈലേജ് സ്റ്റൈലിൽ കൂടി വന്നേരണ്ടായി. ഞാൻ തന്നെ എന്നെ തന്നെ തൊട്ടു നോക്കും, ഞാൻ തന്നെയാണോ ദൈവമേ പോകുന്നത്. അത്ര പോലും ഒരു വണ്ടി ഒന്ന് ഓടിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് അതൊക്കെ നേടാൻ സാധിച്ചു. അതേപോലെ തന്നെ NTC എബോ ലീഡേഴ്സിനെ NTCയിലേക്ക് ഇനി കുറച്ചും കൂടി ഉള്ള ഒരു 16 ലക്ഷം ബിസിനസ്സും കൂടി വന്ന NTC എന്ന് പറഞ്ഞ ആ ഒരു ലെവലിലെത്തി. അപ്പൊ ഇന്റർനാഷണൽ ടൂർ കമ്പനി കൊണ്ടുപോകും പോലെ NTC ആയാലും അതിന് എന്താ പറയാ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റെഡി ആയിരിക്കുക. ഒരിക്കലും ഞാനൊന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കൊന്നും പോകണമെന്ന് ഒരിക്കലും ഞാൻ സ്വപ്നം പോലും, വെറുതെ നമ്മൾ ഇമാജിൻ ചെയ്യൂലേ, അങ്ങനെ പോലും ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നും ഒരു ആഗ്രഹമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു വലിയൊരു വീട് അതെന്നും എന്റെ സ്വപ്നമായിരുന്നു. അതിനേക്കൊക്കെ നേടാൻ നമ്മൾ ഈ ഒരു ബിസിനസ് അവസരം സഹായകരമാകുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഒരുപാട് വിഷമങ്ങളിൽ കൂടിയൊക്കെ സങ്കടങ്ങളും കണ്ണീരും ഒക്കെ ആയിട്ട് കുടുംബത്തില് ഒരു പരിപാടിക്കും ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും പോകില്ല. പക്ഷെ മൈ ലൈഫ് സ്റ്റൈലാണ് ഫസ്റ്റ് പ്രയോറിറ്റി. എനിക്ക് മൈ ലൈഫാണ്. എന്നിട്ട് മാത്രമേ ഞാൻ കുടുംബത്തിന് നോക്കാറുള്ളൂ. കാരണം വെച്ചാൽ കുടുംബത്തിൽ കുറെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇതുവരെ പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കൂടുതൽ ഒന്നും ഉണ്ടാക്കാനൊന്നും സാധിച്ചില്ല. പക്ഷെ ഈ മൈ ലൈഫിൽ വന്നേരം ഒരുപടി നേട്ടങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഒരു 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നിപ്പോ ഞാൻ അതാ ചിന്തിക്കുന്നത്, എന്റെ ലെവൽ എവിടെയായിരിക്കും എന്നുള്ള ഒരു ചിന്തയിൽ മുന്നോട്ട് പോവാണ്. നിങ്ങൾക്കൊക്കെ രക്ഷപ്പെടാൻ ഒരു അവസരം ദൈവം പാതി എന്നാ പറയാറ്. ദൈവത്തിന്റെ പാതി കഴിഞ്ഞു, ഇനി നമ്മളെ പാതിയാ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ ഈ ഒരു ബിസിനസ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാ. ഒരു വ്യക്തി പരാജയപ്പെടുന്നത് വിജയത്തിന്റെ തലേ ദിവസമാണെന്ന് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഇന്ന് നിങ്ങൾ നിർത്തണം മതി, ബിസിനസ് ചെയ്ത് മതി, ഇതിൽ കൂടി വലിയ വരുമാനമൊന്നുമില്ല, അങ്ങനെ ചടപ്പുണ്ടാവും. കുറേ ആളുകൾ 10 ആളുകളുടെ അടുത്ത് പ്ലാൻ പറയാൻ പോകുമ്പോൾ 9 ആളുകൾ നോ 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 പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമിക്കും. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നമുക്കറിയാം നിങ്ങൾ GTS ഒക്കെ നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ്. അതൊന്നും പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല. GTSന് അവിടെ എത്തിക്കുക. ഞങ്ങളൊക്കെ നളന്ത GTS ആണ് എനിക്ക് ഈ ഒരു ടീം ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു സഹായകരായത്. ഇന്ന് ഞാൻ ഇപ്പൊ നളന്തയിൽ പോയിട്ടില്ലെങ്കിൽ പോലും എന്റെ ടീം മൊത്തം അവിടെ നളന്തയിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ശീലം അവരെ പഠിപ്പിക്കുക. ബാക്കി എല്ലാ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് നാളെ പാസീവ് ഇൻകം കിട്ടണമെങ്കിൽ നമ്മളെ കൂടെ ടീം വേണം. റീറ്റെയിൽ മോഹിച്ച് ആരും മുന്നോട്ട് പോകരുത്. ആ ഒരു ടീം ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാം. അപ്പൊ എന്തായാലും ഇന്നിപ്പോ ഇവിടെ എന്നെ ഇൻവൈറ്റ് ചെയ്ത ഷാഹിർ സാറിന് ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു എന്താ പറയാ, ഫലം കായ്ക്കുന്ന വൃക്ഷം തലകുനിക്കാറാണെന്ന് പതിവെന്ന് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും തലകുനിച്ച് എല്ലാരോടും ഒരേ നല്ലൊരു മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോവുക. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ കയറിയ എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.